ചേട്ടാ അടിയാണ്. ഞങ്ങൾ പണിയെടുത്ത് തന്നെ തിന്നോ. ലേഡീസിനൊരു സ്പേസ് കുറവാ. ഒരു ചുക്കും നടക്കൂല അവരെ കൊണ്ട്. കപ്പലിന്റെ ഒക്കെ കഴിക്കാവോ? എനിക്ക് പറ്റിയ സാധനം മൈക്ക് കണ്ടപ്പോഴേ ടെൻഷൻ ആയിട്ടിരിക്കുക. ഇതാണ് പെണ്ണ്. നീലക്കണ്ണിൽ നീ നൃത്തം വയ്ക്കും. അത് അപ്പക്കെട്ടം തന്നെയാണത്. ഓ, ഞാൻ പാട്ട് പാടിയത്. ഒരുത്തി 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 കള്ളിക്കട്ടിലെ മുള്ളു ചെടി പോലെ ഒരുത്തി. എടാ നമുക്കും വേണ്ടി ഒരുത്തി. ഞാൻ വേടന്റെ പാട്ട് പാടിയത്. എടാ രണ്ടാമത്തെ വരി എന്താണ്? കണ്ണാടി നെഞ്ചിലെ കല്ലു വീണ പോലെ ഒരുത്തി. അത് തന്നെ. എടാ നമുക്കും വേണ്ടി ഒരു വനിതാ മുഖ്യമന്ത്രി വേണോ? പിന്നെ ചോദിച്ചു നോക്കാം. നമ്മളെ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വരുവാണെങ്കിൽ ആര് വരുമായിരിക്കും? ചേട്ടൻ എന്താ തോന്നുന്നേ? മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ഇപ്പൊ അതില് പറയാൻ പറ്റുന്ന ആരും ഇല്ല. ഇങ്ങനെ ശരിക്കും പറഞ്ഞാല് ഇവിടെ ആണുങ്ങളുള്ളു മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നത് ഇത്ര നാളായി. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് ഇതുവരെ ഇല്ല. നമ്മുടെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണ്ടേ? ആര് വന്നാലും നമുക്ക് കഷ്ടപ്പാട് തന്നെ. ഇപ്പോൾ ഉള്ള ഭരണത്തിലാണെങ്കിലും കഷ്ടപ്പാടാണ്. ഇനി വന്ന ഭരണം എന്തായാലും ഞങ്ങൾ പണിയെടുത്ത് തന്നെ തിന്നണം. ഒരു ചുക്കും നടക്കൂല അവരെ കൊണ്ട്. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. അത് പുരുഷൻ തന്നെ ആയിരിക്കണം. തമിഴ്നാട്ടിലൊക്കെ ജയലളിതയൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് എന്താക്കി ഒരാണായിരിക്കണം. അതാണ് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വേണ്ട. എനിക്ക് താല്പര്യമില്ല. എറണാകുളത്ത് ഉമാ തോമസിനൊക്കെ എന്നുവെച്ചാല് ടി തോമസിന്റെ ഭാര്യയാണ്. അപ്പൊ നല്ല അറിവും പരിചയമുണ്ടോ? നിലവിൽ ഇപ്പൊ ആരുമില്ല. പണ്ടുണ്ടായിരുന്നു ആരായിരുന്നു? ഗൗരിയമ്മ. ഇപ്പൊ അങ്ങനെയുള്ള ഗൗരി അമ്മയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ള ഒരു നേതാവില്ലേ? ആരുമില്ല. അങ്ങനെ ഒരു നേതാവ് ഇതുവരെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതുവരെ ഇല്ല. ലേഡീസിനൊരു സ്പേസ് കുറവാ. പുരുഷ മേധാവിത്വം കൂടുതലാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ. കൊച്ചി കോർപ്പറേഷൻ മേയറെ സെലക്ട് ചെയ്ത കാര്യത്തിൽ ഇതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്? സെയിം തന്നെയായിരിക്കും അവിടെ സംഭവിച്ചത്. ടീച്ചർ ശൈലജ ടീച്ചർ. പിണറായി വിജയൻ അടിപൊളിയാണ്. അതായത് മാത്രം, വേറൊന്നല്ല. അവിടെ മൈക്ക് കണ്ടപ്പോഴേ ടെൻഷൻ ആയിട്ടിരിക്കുക. ചോദ്യം ചോദിക്കാ, പെട്ടെന്ന് ടെൻഷനായി അറ്റാക്ക് ഒന്നും വരുത്തണ്ട. അടിപൊളി. ശൈലജ ടീച്ചറുണ്ട്, വീണ ജോർജ് ഉണ്ട്, ഉമാ തോമസ് ഉണ്ട്, കെ രമയുണ്ട്. അങ്ങനെ ഈ പേര് പറഞ്ഞ ആരെങ്കിലും അറിയാമോ? കണ്ടറിയാൻ പറ്റുമായിരിക്കും. റീസെന്റ് ഒരു ഇലക്ഷൻ നടന്നായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല. എന്ത് പറ്റി ചെയ്യാൻ? എന്റെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് ചെയ്തില്ല. എനിക്ക് പറ്റിയ സാധനം ഐ ഡി കാർഡ് ഇല്ല. ഐ ഡി കാർഡ് ഇല്ല, വോട്ട് ഇടൂല, നേതാക്കന്മാരെ പേരറിയൂല. പഠിച്ചോണ്ടിരിക്കണേ. എത്രാം ക്ലാസ്സില്? അങ്ങനെ പറയാൻ പറ്റിയ രാഷ്ട്രീയ പാർട്ടി ഒന്നും ഉണ്ടെങ്കിൽ തോന്നാറ്. ഇപ്പൊ UDF ജയിക്കാൻ മുഖ്യമന്ത്രി ആരാണോ നമുക്ക് അവര് നമ്മൾ തമ്മിൽ അടിയാണ്. വലിച്ചു വസ്താത്തോട്ടുണ്ടോ? ആണുങ്ങൾ മാത്രം ഭരിച്ചാൽ മതിയോ? ഇക്വാലിറ്റി വേണ്ടി ഇപ്പൊ തൽക്കാലം വേണമെന്നില്ല. ഇല്ല. കപ്പലിന്റെ ഒക്കെ കഴിക്കാവോ? ഇടയ്ക്കൊക്കെ കഴിക്കുക. നമ്മളെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണോ? വലിയ ഒരു ഇല്ല. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണോ എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് വേണം എന്നാണ് എല്ലാവരുടെയും ആൻസർ. പക്ഷെ ആര് വേണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അതിനുള്ള ഉത്തരം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെ നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സരിക സജി ആൻഡ് സിയ സുസൻ സൈനിങ് ഓഫ്. ബൈ ബൈ.